അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നല്ലൊരു ഭാര്യയാകുക. ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുന്നിൽ കാണിക്കേണ്ട 60ഓളം കടമകൾ. നല്ലൊരു കുടുംബജീവിത വിജയത്തിന് ഭാര്യയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. 1. ഭർത്താവ് എൻ്റെ എല്ലാമാണ് എന്ന തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. 2. ഭർത്താവ് സലാം പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുക്കുക. നിങ്ങളുടെ ഇടയിൽ പിശാച് കടന്നു വരുന്നതിന് ഇത് തടയും. 3. ഭർത്താവിനോട് എപ്പോഴും സൂക്ഷ്മതയോടെ സംസാരിക്കുക. 4. നിങ്ങൾക്ക് അവരെ ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ വളരെ റൊമാൻറ്റിക്കായ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന വേളയിൽ സംയമനത്തോടെ മാത്രം ചെയ്യുക. 5. അവരോട് എപ്പോഴും ബഹുമാനത്തോടെ പെരുമാറുക. 6. അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക. 7. ദേഷ്യം പാടേ ഒഴിവാക്കുക. അതിനായി വുളു എടുക്കുകയോ ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കുകയോ ചെയ്യുക. 8. കാഴ്ചയിലും വൃത്തിയിലും നല്ല രീതിയിൽ നടക്കുക. നല്ല വസ്ത്രം സുഗന്ധവും പൂശുക. 9. കർക്കശ നിലപാടുകൾ ഒഴിവാക്കുക. അത് കാരണം കുടുംബജീവിതം തന്നെ താറുമാറായേക്കാം. 10. നല്ലൊരു ശ്രേഷ്ഠാതാവുക. ഭർത്താവ് പറയുന്നതിനെ സ്നേഹത്തോടെ സമാധാനത്തോടെ കേൾക്കുക. അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഭർത്താവ് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം എന്ന് പറയുക. 11. പുകഴ്ത്തലും മുഖസ്തുതിയും ആവാം. അത് അവർക്ക് നിങ്ങളോട് സ്നേഹം കൂടാൻ കാരണമാവും. വാദപ്രതിവാദം പറ്റേ ഒഴിവാക്കുക. 12. ഭർത്താവിനെ അവർ ഇഷ്ടപ്പെടുന്ന ബഹുമാനമുള്ള പേരുകളിൽ നിങ്ങളെ വിളിക്കുക. 13. ഭർത്താവ് എന്ത് നൽകിയാലും പുഞ്ചിരിയോടെ പരാതിയും പരിഭവവും പറയാതെ സ്വീകരിക്കുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുക. 14. നാവിനെ സൂക്ഷിക്കുക. മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഭർത്താവിനെ ആരുടെ മുന്നിലും അപമാനിക്കാതിരിക്കുക. 15. അവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും അംഗീകരിക്കുക. എന്നും അവരുടെ കൂടെ നിൽക്കുക. തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ തിരുത്തി കൊടുക്കുക. 16. നിങ്ങൾ ഭർത്താവിനെ അഭിനന്ദിക്കുക. 17. ബന്ധങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ ഭർത്താവിൻ്റെ ബന്ധുക്കളുമായി നല്ല നിലയിൽ വർത്തിക്കുക. 18. സംസാരിക്കുമ്പോൾ ഭർത്താവിന് ഇഷ്ടമുള്ള വിഷയങ്ങൾ കൂടുതലായി എടുത്തിടാൻ ശ്രമിക്കുക. 19. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഭർത്താവ് നല്ല സ്വഭാവത്തിന് ഉടമയാണെന്ന് പ്രകീർത്തിക്കുക. 20. യാത്ര കഴിഞ്ഞെന്ന് വരുമ്പോൾ സ്നേഹചുംബനം നൽകുക. 21. ജോലിയിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിശ്രമിക്കാൻ ഉപദേശിക്കുക. 22. ഭർത്താവിനെക്കുറിച്ച് നല്ല ഭാവന വെച്ച് പുലർത്തുക. 23. ഭർത്താവിൻ്റെ സംസാരത്തിൽ വരുന്ന നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കി കളയുക. 24. നിങ്ങൾ ക്ഷമയുള്ളവളാകുക. 25. ഭർത്താവിനെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. 26. എപ്പോഴും വിനയം കാണിക്കുക. 27. സ്വന്തം വീട്ടുകാരുടെ സന്തോഷത്തേക്കാൾ ഭർത്താവിൻ്റെ സന്തോഷത്തിന് വില നൽകുക. 28. വീട്ടുജോലികളിൽ പരാതി പറയാതിരിക്കുക. സന്തോഷത്തോടെ ജോലി ചെയ്യുക. 29. നിങ്ങൾക്ക് ഭർത്താവിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിചരിക്കുകയും ചെയ്യുക. 30. മറ്റുള്ളവരുടെ ഭർത്താക്കൾ മറ്റാരേക്കാൾ എൻ്റെ ഭർത്താവ് നല്ലവനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക. 31. നിങ്ങൾ ഭർത്താവിന് അവരുടെ സുഖത്തിനും സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. 32. അവരുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. ഭൂതകാലം കുഴിച്ചുനോക്കി പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. 33. നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും അത് ഔദാര്യം അല്ല മറിച്ച് കടമയാണെന്ന് അവരെ അറിയിക്കുക. 34. ഭർത്താവിൽ വരുന്ന തെറ്റുകളെ വെറുക്കുക. ഭർത്താവിനെ വെറുക്കരുത്. 35. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. 36. നിങ്ങൾക്ക് കിട്ടിയ അമൂല്യമായൊരു നിധി എന്ന പോലെ അവരെ കരുതുക. 37. എപ്പോൾ കാണുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് വരവേൽക്കുക. 38. ചെറിയ പ്രശ്നങ്ങൾ വളർന്നു വലുതാകും മുമ്പേ സൂക്ഷ്മതയോടെ ഊതിക്കെടുത്തുക. 39. ദേഷ്യമുള്ള സ്വഭാവം എടുക്കാതെ സംയമനത്തോടെ പെരുമാറുക. 40. അവരുടെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും നിലപാടുകളെയും അംഗീകരിക്കുക. 41. കുഞ്ഞുങ്ങൾക്ക് അവരെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക. അവരെക്കുറിച്ച് മക്കളിൽ ബഹുമാനം അനുസരണയും ഉണ്ടാക്കിയെടുക്കുക. 42. അവരെ പുകഴ്ത്തി സംസാരിക്കുക. 43.
ഒരിക്കലും ഭർത്താവുമായി വാദപ്രതിവാദം നടക്കാതിരിക്കുക, മൗനം പാലിക്കുക. 44 സ്വകാര്യതകളായി തന്നെ സൂക്ഷിക്കുക, അത് നിങ്ങളുടേതായാലും ഭർത്താവിൻ്റേതായാലും. 45 അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക, നിങ്ങൾ അതിന് അവർക്ക് പ്രചോദനം ആകുക. 46 ഒരിക്കൽ ഭർത്താവിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക. 47 ഭർത്താവിനെ യാത്രയാക്കുമ്പോൾ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ യാത്രയാക്കുക, പുഞ്ചിരിച്ച മുഖവുമായി വരവേൽക്കുക. 48 എന്ത് ആവശ്യപ്പെടുമ്പോഴും അവരുടെ സമ്പത്ത് നോക്കി അതിനനുസരിച്ച് ആവശ്യം ഉന്നയിക്കുക. 49 ഭർത്താവ് നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വാതിലാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. 50 അവരുടെ അവകാശങ്ങളെ അംഗീകരിക്കുക, അവരെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സ്നേഹിക്കുക. 51 അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക. 52 ഭർത്താവ് വീട്ടിലുള്ള അവസരത്തിൽ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ഉറങ്ങാൻ പോകുമ്പോൾ സുഗന്ധം പൂശുകയും ചെയ്യുക, വൃത്തി എപ്പോഴും ആവശ്യം. 53 കൃത്യമായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ ആവശ്യമുള്ളപ്പോൾ അല്ലാതെ നിങ്ങൾ കുടുംബരഹസ്യങ്ങളും പ്രശ്നങ്ങളും മറ്റുള്ളവരോട് പങ്കുവെക്കാതിരിക്കുക. 54 അവരുടെ ആരോഗ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. 55 അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കുക. 56 സന്തോഷവും സന്താപങ്ങളും അവരോടൊപ്പം പങ്കുവെക്കുക. 57 അവരുടെ ദൗർബല്യങ്ങളെ ക്ഷമിക്കുക. 58 അവർക്ക് എപ്പോഴായാലും ചായ്ഞ്ഞു കിടക്കാനുള്ള ഒരു തണൽ മരമായി എപ്പോഴും നിലകൊള്ളുക, നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുക. 59 അവരുടെ വേദനകളും വിഷമങ്ങളും കേൾക്കുക, സ്നേഹം നിറഞ്ഞ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. 60 നല്ല നിയത്തോട് മാത്രം കാര്യങ്ങൾ ചെയ്യുക, അറിയാനും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.